നമസ്കാരം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കവി ആരാണെന്ന് ചോദിച്ചാൽ സംശയമൊന്നുമില്ല, ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാവകവി എൻ കുമാരനാശാനാണ്. ഇതിൻ്റെ ഏറ്റവും മികച്ച ഖണ്ഡകാവ്യങ്ങളായിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറയും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നളിനിയും ചിന്താവിഷ്ടയായ സീതയുമാണ്. ഞാൻ ചിന്താവിഷ്ടയായ സീതയിലെ ഒരു ഭാഗം മാത്രം ഇന്നൊന്ന് അനലൈസ് ചെയ്യുകയാണ്. ചിന്താവിഷ്ടയായ സീതയുടെ പ്രമേയം ഇതാണ്: ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ച സീത ഉത്തമനായ ഒരു ഭർത്താവിനോടൊപ്പം പോയി. പിന്നീട് കാട്ടിൽ അദ്ദേഹത്തെ വനവാസത്തിൽ അനുഗമിക്കേണ്ടി വന്നു. പിന്നീട് രാവണൻ സീതയെ അപഹരിച്ചു. രാവണനോട് യുദ്ധം ചെയ്ത് സീതയെ തിരികെ നേടിയതിനു ശേഷം അവർക്ക് അഗ്നിശുദ്ധി വരുത്തേണ്ടി വന്നു. തിരികെ അയോധ്യയിലേക്ക് വന്ന സീതയെ ഗർഭിണിയായിരിക്കെ മറ്റുള്ളവരുടെ അപവാദങ്ങൾ കേട്ട് ശ്രീരാമൻ വീണ്ടും കാട്ടിൽ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് കുട്ടികൾക്ക് ജന്മം നൽകി. വാൽമീകിയുടെ ആശ്രമത്തിൽ പഠിച്ച കുട്ടികൾ രാമായണ പാഠം പഠിച്ചു. രാമായണം ചൊല്ലിക്കൊടുക്കുന്നതിന് വേണ്ടി അയോധ്യയിലേക്ക് പോയി. ആ സമയത്ത് സീത ആശ്രമത്തിലെ ഒരു മരച്ചുവട്ടിലിരുന്ന് സീതയുടെ അതിചിന്തകളാണ്, സീതയുടെ അന്ത്യത്തിന് മുമ്പുള്ള ആ തീഷ്ണമായ ചിന്തകളാണ് ഈ ചിന്താവിഷയായ സീത പങ്കുവയ്ക്കുന്നത്. ഇതിൽ അവരുടെ ജീവിതം അത്രയും അവരൊരു അവലോകനം ചെയ്യുന്നു. സ്വന്തം വിധിയെയാണ് അവർ കൂടുതലും കുറ്റപ്പെടുത്തുന്നത്. അതെന്തുകൊണ്ട് വന്നു എന്നുള്ളതൊക്കെ ആ കവിതയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ഈ ചിന്തയുടെ ഒടുവിൽ അവർ മരണത്തിലേക്ക് പോവുകയാണ്. അമ്മയായ ഭൂമിയിലേക്ക് തിരികെ മടങ്ങുന്നതിന് മുമ്പ് സീതയുടെ യാത്ര പറയലാണ് ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കുറച്ച് പദ്യങ്ങൾ. ഇനി യാത്ര പറഞ്ഞിടട്ടെ ഹാ ദിനസാമ്രാജ്യപതേ ദിവസ്പതേ അനിയന്ത്രിത ദീപ്തിയാം കതിർ കനകാസ്ത്രാവൃതനാം ഭവാനു ഞാൻ. പ്രകൃതിയിലെ സമഗ്ര വസ്തുക്കളോടും യാത്ര പറഞ്ഞു പോകുന്നതാണ്. ആദ്യം സീത യാത്ര പറയുന്നത് സൂര്യനോടായിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ വരികൾ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇനി യാത്ര പറഞ്ഞിരട്ടെ ഹാ. കുമാരനാശാൻ്റെ കവിതകളിലെല്ലാം ഹാ, അഹഹ തുടങ്ങിയ വാക്കുകളൊക്കെ പറയാം. അത് അങ്ങേയറ്റം വൈകാരികമായ മുഹൂർത്തങ്ങളിൽ മാത്രമേ അത് കടന്നു വരാറുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇനി യാത്ര പറഞ്ഞിരട്ടെ ഹാ ദിനസാമ്രാജ്യപതേ ദിവസ്പതേ. ദിനങ്ങളുടെ ഒരുപാട് ദിനങ്ങളുണ്ട്. ആ ദിനങ്ങളുടെ എല്ലാം അധിപനാണ്. ദിനങ്ങളുടെ സാമ്രാജ്യം, ഒരു ദിനമല്ല, ദിനങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ദിവസ്പതേ, ദിവസത്തിൻ്റെ അധിപനായ അല്ലയോ സൂര്യ. അനിയന്ത്രിത ദീപ്തിയാം കതിർ കനകാസ്ത്രാവൃതനാം ഭവാനിയെ. അനിയന്ത്രിതമായ ആ ദീപ്തി, ആ രശ്മികളുടെ അസ്ത്രങ്ങളാൽ, അതിൻ്റെ കനകാസ്ത്രങ്ങളാൽ ആവൃതനായ അങ്ങയോട് ഞാൻ യാത്ര പറയുന്നു. സീത ആദ്യം യാത്ര പറയുന്നത് സൂര്യനോടാണ്. യഥാർത്ഥത്തിൽ സീത ആരോടാണ് ആദ്യം യാത്ര പറയേണ്ടത്? സാക്ഷാൽ രാമനോട് തന്നെയല്ലേ? എന്നാൽ ഈ കവി ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട്, ഈ പദ്യം വളരെ ഭംഗിയായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് പറഞ്ഞു. ഇതിനകത്തൊരു ശ്രീരാമനെ നമുക്ക് കാണാം. ശ്രീരാമൻ സൂര്യവംശത്തിൽ പിറന്നവനാണ്. സൂര്യൻ അതുകൊണ്ട് മാത്രമല്ല സൂര്യനോട് യാത്ര പറയുന്നത്. ഇനി യാത്ര പറഞ്ഞിടട്ടെ ഞാൻ ദിനസാമ്രാജ്യപതേ. സൂര്യൻ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. അയോധ്യാപുരി എന്ന സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് ശ്രീരാമൻ. ദിനങ്ങളുടെ, ഇവിടെ ദിനമെന്നും ദിവസമെന്നും രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട്. ദിനസാമ്രാജ്യം, ഒരുപാട് ദിനങ്ങളുണ്ടല്ലോ, ആ ദിനങ്ങളുടെ സാമ്രാജ്യം, അതിൻ്റെ അധിപതിയാണ് സൂര്യൻ. അതുപോലെ
ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപതിയാണ് രാമൻ. ദിവസ്പതി, ഓരോ ദിവസത്തിൻ്റെയും പതിയാണ്. സീതയുടെയും പതിയാണ് രാമൻ, അയോധ്യയുടെയും പതിയാണ് രാമൻ. ആ രണ്ട് കാഴ്ചപ്പാടുകളും ഈ സൂര്യനെ അഭിസംബോധന ചെയ്യുന്നതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കുമാരനാശാൻ്റെ ഏറ്റവും മഹത്വം, ആ വരികളുടെ മഹത്വം. ആശാനെ നമ്മൾ നമിച്ചു പോകുന്നത് അവിടെയാണ്. അവിടെ പിന്നെ അടുത്തത് പറയുന്നത്, അനിയന്ത്രിത ദീപ്തിയാം കതിർ കനകാസ്ത്രാവൃതനാം ഭവാനി. ഞാൻ സൂര്യൻ്റെ ദീപ്തി, ആ ദീപ്തി കനകദീപ്തിയാണ് വരുന്നത്. ആ കനകദീപ്തി എന്ന് പറയുന്നത് കീർത്തിയാകുന്ന അസ്ത്രങ്ങൾ. നോക്കിക്കേ, ശ്രീരാമചന്ദ്രൻ ആ കീർത്തിയുടെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സാമ്രാജ്യ അധിപനാണ്. ആ കീർത്തി കൂർത്തുമൂർത്ത ശരങ്ങളായിട്ടാണ്, കനകശരങ്ങളാണ്. പക്ഷെ ആ ശരങ്ങൾ തന്നെയാണ് സീത ഹതയാവുന്നതിന് കാരണമായത്. അദ്ദേഹത്തിൻ്റെ കീർത്തിയുടെ ഒരു പ്രത്യേകത പറയുന്നത് അനിയന്ത്രിതമായ കീർത്തി. ആ കീർത്തിയെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് പോലും ആവില്ല. ആ കീർത്തി കാരണമാണല്ലോ സീതയ്ക്ക് വീണ്ടും വനവാസത്തിന് പോകേണ്ടി വന്നത്, സീതയ്ക്ക് അഗ്നിശുദ്ധി വരുത്തേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ അഭിമാനം ആ കീർത്തി നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ എത്രമാത്രം അർത്ഥവത്തായിട്ടാണ് ഇതിലിരിക്കുന്നത്. ആ കീർത്തി കനകാസ്ത്രങ്ങളാൽ ആവൃതനായ അങ്ങേക്ക് ഞാൻ യാത്ര പറയുന്നു. ഇനി അതൊന്ന് കേട്ടു നോക്കുക. ഇനി അപ്പോൾ സൂര്യനോട് യാത്ര പറഞ്ഞു. അടുത്തത് ചന്ദ്രനോടായിരുന്നു. സൂര്യൻ കഴിഞ്ഞാൽ ചന്ദ്രനാണല്ലോ. ചന്ദ്രനെ ഇങ്ങനെയാണ് പറയുക, സുസിതാംബരനായി വൃദ്ധനായി ബിസിനീതന്തുമരീചികേശനായി ലസിതസ്മിതനായ ചന്ദ്രികാ ഭസിതസ്നാത മൃഗാംഗ കൈതൊഴാം. മൃഗാംഗനെയാണ്, ചന്ദ്രനെയാണ് അടുത്തതായിട്ട് കൈതൊഴുന്നത്. നോക്കിക്ക്, ആ ചന്ദ്രനെ കാണുമ്പോൾ സുസിതാംബരനായി, വെളുത്ത വസ്ത്രം ധരിച്ചവനായി, വൃദ്ധനായി. ചന്ദ്രന് വൃദ്ധിയുണ്ട്, അപ്പം പൂർണ്ണചന്ദ്രനാണെന്നുള്ളത് അവിടെ. പ്രായം കൊണ്ടും വാർദ്ധക്യമുള്ളവനാണ്. ബിസിനി തന്തു മരീചികേശനായി. ബിസിനി തന്തു എന്ന് പറഞ്ഞാൽ താമരനൂല് പോലുള്ള തലമുടി. അപ്പോൾ ആ നിലാവ്, അതിനകത്തു നിന്നുള്ള രശ്മികളെന്ന്, ചന്ദ്രൻ്റെ രശ്മികളെന്ന് പറഞ്ഞാൽ താമരനൂല് പോലെ വെളുത്ത മുടിയാണ്. ഒരു വൃദ്ധനായ ഒരു സന്യാസിയെ നമുക്കതിനകത്ത് കാണാം. ലസിതസ്മിതനായ ചന്ദ്രിക ഭസിതസ്നാത, ചന്ദ്രികയാവുന്ന ഭസ്മത്തിൽ കുളിച്ച് നിൽക്കുന്ന ഒരു വൃദ്ധനായ ചന്ദ്രനെയാണ്, ആ മൃഗാംഗനെയാണ് അടുത്തതായി കൈതൊഴുന്നത്. അത് സാക്ഷാൽ വാൽമീകി അല്ലാതെ മറ്റാരുമല്ല. ഇതാണ് കുമാരനാശാൻ. മറ്റെല്ലാ കവികളും എഴുതുന്നതിനപ്പുറമായി ഭാവതലങ്ങളിലേക്ക് അത് അർത്ഥം വ്യഞ്ജിപ്പിക്കുകയാണ്. അങ്ങനെയാണ് കുമാരനാശാനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് വീണ്ടും യാത്ര പറയുന്നത്, അതിഗാഠ തമസ്സിനെ തുരത്തുന്നെതിരെ രശ്മികൾ നീട്ടി ദൂരവേ ദ്യുതി കാട്ടുമുടുക്കളെ പരം നദി നിങ്ങൾക്കതിമോഹനങ്ങളെ. അതിമോഹനങ്ങളായ, നമ്മൾ അതിഗാഠമായ ഇരുട്ടിൽ നമുക്ക് വെളിച്ചം തന്ന നമ്മുടെ സീതയുടെ പതിയായിരുന്ന ശ്രീരാമന് ചന്ദ്രനാണ്. പതിയിൽ നിന്ന് നോക്കാൻ പോലും ആകാത്ത വിധം കീർത്തിയുടെ കൂർത്തുമൂർത്ത രശ്മികളുടെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ വാൽമീകിയാണ് സീതയ്ക്ക് ആശ്രയമായത്. പിന്നീട് അടുത്തതായിട്ട് വരുന്നത്, നമുക്ക് ഏത് ഇരുട്ടിലും നമുക്ക് വഴി കാട്ടുന്ന ചില നക്ഷത്രങ്ങളുണ്ടാവാം. നക്ഷത്രങ്ങളുടെ പ്രകാശം വളരെ ചെറുതാണെങ്കിൽ ഒരുപാട് നക്ഷത്രങ്ങൾ അവിടെ ഉണ്ടാകും. അതാണ് അതിഗാഠ തമസ്സിനെ തുരത്തുന്നെതിരെ രശ്മികൾ നീട്ടി ദൂരെ നിന്ന് വെളിച്ചം കാട്ടുന്ന ഉടുക്കളെ, നിങ്ങൾ സുന്ദരങ്ങളായ നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് വന്ദനം, നദി നിങ്ങളെ നമിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് യാത്ര പറയുന്നത്, സ്വയമന്തിയിലും വെളുപ്പിലും നിയതം ചിത്രവിരിപ്പു നെയ്തുടൻ
വിയതാലയവാതിൽ മൂടുമൻ പ്രിയസന്ധ്യേ ഭവതിക്കു വന്ദനം. ദിവസവും അന്തിയിലും വെളുപ്പിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു ചിത്രവിരിപ്പ് നെയ്ത് ആകാശത്ത് മനോഹരമായ നമുക്ക് പ്രഭാതങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ചിത്രവിരിപ്പ് നെയ്ത് ആകാശത്തിൻ്റെ വാതിൽ മൂടുക. അവിടെ ഒരു കർട്ടൻ ഇട്ടിരിക്കുകയാണ്, സന്ധ്യ ഇടുന്ന കർട്ടൻ. ആ കർട്ടനിട്ട് ആ ആലയവാതിൽ മൂടുന്ന പ്രിയസന്ധ്യയെ നിനക്ക് വന്ദനം. നമുക്ക് പ്രകൃതി ശക്തികളോടെല്ലാം സീത യാത്ര ചോദിക്കുകയാണ്. രമണീയ വനങ്ങളെ രണഭ്രമരവ്യാകുലമാം സുമങ്ങളെ ക്രമമെന്നി രസിച്ചു നിങ്ങളിൽ പ്രമദം പൂണ്ടവൾ യാത്ര ചൊൽവു ഞാൻ. അടുത്തത് രമണീയ വനങ്ങളെ, നിങ്ങൾ എനിക്ക് സന്തോഷം പകർന്നു തന്ന വനങ്ങളോടാണ് അടുത്ത യാത്ര പറയുന്നത്. കൂടുതലും സീത വനത്തിൽ തന്നെയായിരുന്നല്ലോ. രമണീയ വനങ്ങളെ രണഭ്രമരവ്യാകുലമാം സുമങ്ങളെ, ആ പൂക്കളിൽ വണ്ടുകളാൽ ആവൃതമായി വണ്ടുകളെല്ലാം രണോദ്ധരായി ആ സുമങ്ങൾ പൂക്കൾ ക്രമമെന്നി രസിച്ചു നിങ്ങളിൽ ഞാൻ അമിതമായിട്ട് രസിച്ചു. അങ്ങനെ സന്തോഷം കൊണ്ട് ഞാൻ യാത്ര ചോദിക്കുകയാണ് നിങ്ങളോട്. അതിരമ്യ ബഹുജഗത്തോടിന്നഥവാ വേർപിരിയേണ്ടതില്ല ഞാൻ, ക്ഷിതിയിൽ തനുചേരുമൻ മനോരഥമിഭംഗികളോടുമൈക്യമാം. ഈ മനോഹരമായ ഈ ബാഹ്യ ലോകത്തോട് ഞാൻ ഇന്ന് വേർപിരിയേണ്ടവളല്ല. ഞാനിന്ന് വേർപിരിയുന്നില്ല, ഞാൻ നിന്നോട് വേർപിരിയുന്നില്ല എന്ന് വെച്ചാൽ മരിക്കാൻ പോവല്ല അല്ലെന്നല്ല. ഞാൻ നിന്നോട് വേർപിരിയില്ല. കാരണം എൻ്റെ ശരീരം ക്ഷിതിയിൽ മണ്ണിൽ ചേരും. മണ്ണിൽ ചേരുന്നതോടുകൂടി ഞാൻ നിൻ്റെ ഈ പ്രകൃതിയുടെ ഭാഗമായി തീരാൻ പോകും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പ്രത്യേക ഒരു യാത്ര ഈ ബഹിർലോകത്തോട് ചോദിക്കേണ്ടതില്ല എന്നാണ് സീത പറയുന്നത്. പിന്നെ അടുത്തത്, അതിനോട് നമ്മൾ ഐക്യപ്പെടുകയാണ്. ആ ഭൂമിയോട് നമ്മൾ ഐക്യപ്പെട്ടു പോകും എന്നുള്ളത് സീത പറയുകയാണ്. അടുത്തത്, ജനയിത്രി വസുന്ധരേ പരം തനയ സ്നേഹമോടെന്നേന്തി നീ തനതുജ്വല മഞ്ചഭൂവിലെ കനഘേ പോവതു ഹന്ത കാൺമു ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട അമ്മേ വസുന്ധരേ, നിൻ്റെ മകളോടുള്ള ആ സ്നേഹത്തോടു കൂടി എന്നെയും എടുത്തുകൊണ്ട് ആ മഞ്ചഭൂമിയിലേക്ക്, ആ ഉജ്ജ്വലമായ മഞ്ചഭൂമിയിലേക്ക് തിരികെ പോകുന്നത് ഞാൻ മുമ്പിൽ കാണുകയാണ്. ഇവിടെ മരണം എന്ന് പറഞ്ഞാൽ മണ്ണിലേക്കുള്ള മടക്കമാണ്. നമ്മുടെ അമ്മ ഭൂമിയാണ്. ആ ഭൂമിയിലേക്ക് നമ്മൾ തിരികെ പോവുകയാണ്. ഇനി നമ്മൾ മണ്ണിലേക്ക് പോകുന്നത് ഞാൻ മനസ്സിൽ മുൻകൂട്ടി കാണുക. കണ്ടിട്ട് അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഗിരിനിർച്ഛര ശാന്തിഗാനമദ്ദരിയിൽ കേട്ടു ശയിക്കുമങ്ങു ഞാൻ, അരികിൽ തരുഗുൽമ സഞ്ചയം ചൊരിയും ഭൂനിര നിത്യമെൻ്റെ മേൽ. ആ ഗിരിനിർച്ഛര ശാന്തിഗാനം, ആ ഗിരിയിൽ നിന്ന് വരുന്ന ആ നദികളുടെ ശാന്തിഗാനം, ആ മനോഹരമായ ഗാനം, ആ കളകളാരവും ഒഴുകി വരുന്ന നദിയുടെ ഗാനം ഞാൻ ആ ഭൂമിയുടെ അടിത്തട്ടിലിരുന്നു കൊണ്ട് ഞാൻ കേൾക്കും. നാളെ ഞാൻ ഇതിൻ്റെ ഭാഗമാകാൻ പോകാമെന്ന് പറഞ്ഞാൽ ആ അമ്മ ജനയത്രി എന്നെ തിരികെ കൊണ്ടുവന്ന് ഞാൻ മനസ്സിൽ കാണുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഈ ഗാനം കേട്ട് എന്നും ശയിക്കും. എൻ്റെ മുകളിൽ അവിടുത്തെ വൃക്ഷങ്ങൾ പൂ പൊഴിക്കും. അരികിൽ തരു ഗുൽമസഞ്ചയം ചൊരിയും പൂനിര നിത്യം എൻ്റെ മേൽ. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും വേദന തോന്നും. സീത തൻ്റെ മരണം മുൻകൂട്ടി കാണുകയാണ്. എന്നിട്ടോ അവൾ അതിൻ്റെ അടിയിൽ ശയിക്കുമ്പോൾ, മുകളിൽ കളനാദമാർന്നിടും വികിരശ്രേണി പറന്നു പാടിടും, മുകിൽ പോലെ നിരന്നും ഇന്നും അത്തകിടിത്തട്ടിൽ മൃഗങ്ങൾ തുള്ളിടും. ഓക്കെ, ലോകത്തിന് വേറെ മാറ്റമൊന്നും വരത്തില്ല. ഞാനവിടെ ശയിക്കും. അതിൻ്റെ മുകളിൽ കൂടി കളനാദം പൊഴിച്ചുകൊണ്ട് പക്ഷികൾ പറന്നു പോകും. പതിവ് പോലെ പക്ഷികൾ പറന്നു പോകും. അതിൽ അവിടെ മൃഗങ്ങൾ തുള്ളിക്കളിക്കും. മാനുകളും
പിന്നെ കാട്ടിലെ മൃഗങ്ങളൊക്കെ അതിന് മുകളിൽ, എൻ്റെ മുകളിൽ തുള്ളിക്കളിക്കും. ഞാൻ മണ്ണിലേക്ക് മടങ്ങുകയാണ്. അതുമല്ല ഈ സാനുഭൂവിലെ പുതുരത്നാവലിധാതുരാശിയും കുതുകം തരുമെന്നുമല്ലഹോ പൊതുവിൽ സർവമതെൻ്റെയായിടും. നമ്മൾ ഭൂമിയെ നമ്മൾ പറയുന്നത് രത്നഗർഭയെന്ന്, രത്നങ്ങളും ധാതുക്കളും ഒക്കെ നിറഞ്ഞതാണ് ഭൂമി. അപ്പം ഞാൻ അങ്ങനെയല്ല, ഈ പുതുരത്നാവലി ധാതുരാശിയും ഇതെല്ലാം എനിക്ക് സന്തോഷം തരികയാണ്. ഞാൻ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ അതെല്ലാം എനിക്ക് സന്തോഷം തരും. മാത്രമല്ല അതെല്ലാം എൻ്റെ ആയിടും, എൻ്റെ ആയിട്ട് മാറാൻ പോവുകയാണ്. ആ മണ്ണ്, ആ ഭൂമി എൻ്റെ ആയി മാറുകയാണ്. സസുഖം ഭവദംഗശയ്യമേൽ വസുധേയങ്ങനെ ഞാൻ രമിച്ചിടും സ്വസുഷുപ്തിയിൽ അല്ലയല്ലയൻ പ്രസുവേ കൂപ്പി ഉയർന്നു പൊങ്ങിടും. നോക്കിക്കേ, അത് പറയുന്നത് മനുഷ്യൻ മണ്ണിലേക്ക്, ഞാൻ സസുഖം അങ്ങയുടെ അംഗശയ്യയിൽ ശയിക്കും, വസുധയെ ഭൂമി അങ്ങനെ ഞാൻ രമിച്ച് വിടും, അവിടെ സുഷുപ്തിയാകും. എന്നിട്ട് പിന്നെ പറയുന്നു, മരണത്തിന് നമുക്ക് 2 തലമാണ്. മനുഷ്യൻ്റെ മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ മൃത് എന്ന വാക്കിൻ്റെ അർത്ഥം മണ്ണെന്ന, മൃച്ഛഘടികം, മൺവണ്ടി എന്നൊരു നാടകമൊക്കെ ഉണ്ടല്ലോ. ആ മൃത് എന്ന് പറയുന്ന മണ്ണ്, ആ മണ്ണിലേക്കുള്ള മടക്കമാണ് മൃതി. മൃതിയുള്ളത് കൊണ്ടാണ് മനുഷ്യനെ മർത്യൻ എന്ന് പറയുന്നത്. മരണവുമായി ബന്ധപ്പെട്ട് ഈ മണ്ണിലേക്കുള്ള മടക്കം മാത്രമല്ല, നമ്മുടെ ആത്മാവ് മുകളിലേക്ക് പോകുന്നു എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പം അല്ല ഞാൻ പ്രസുവേ, എൻ്റെ മാതാവേ, ഞാൻ കൈകൂപ്പി ഇവിടെ നിന്ന് ഉയർന്നു പൊങ്ങിടും എന്നാണ് സീത പറയുന്നത്. അടുത്ത വളരെ മനോഹരമായ ഒരു വരിയാണ്. അടിനീ ജലബിംബിതാംഗിയായി ക്ഷമയെ കുമ്പിടുവോരു താരപോൽ സ്ഫുടമായി ഭവതംഘ്രിലീന ഞാൻ അമലേ ദുര്യോവിലുയർന്ന ദീപമാം. മരണത്തിന് ശേഷം നമ്മുടെ ആത്മാവ് ഉയർന്ന് പൊങ്ങി ആകാശത്ത് നക്ഷത്രമായി മാറും എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ അമ്മയെ പ്രസുവേ, ഞാൻ കൈകൂപ്പി ഉയർന്ന് പോകും. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മണ്ണിനെ മറക്കല്ല. ആ 2 സങ്കല്പം കൊണ്ട് മണ്ണിലേക്കുള്ള മടക്കവും നമ്മുടെ ആത്മാവിൻ്റെ മുകളിലേക്കുള്ള പോക്കും ഒരുപോലെ ഇതിനകത്ത് വർണ്ണിച്ചിരിക്കുകയാണ്. തടിനീ ജലബിംബിതാംഗിയായി, നദിയിലെ ജലാശയത്തിൽ നക്ഷത്രങ്ങളുടെ പ്രതിബിംബം ഉണ്ടാകും. ആ പ്രതിബിംബം മണ്ണിനെ വന്ന് ക്ഷമ എന്ന് പറയുന്നത് ഭൂമിയാണ്. ക്ഷമയെ കുമ്പിടുന്ന നക്ഷത്രം പോൽ, ക്ഷമയെ കുമ്പിടുവൊരു താര പോൽ. ഞാൻ അവിടെ നിൽക്കുമ്പോഴും, ഞാൻ ഉയർന്ന് എൻ്റെ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോഴും ഞാൻ ഭൂമിയെ കുമ്പിട്ട് സ്ഫുടമായി ഭവദംഘ്രിലീന, അംഘ്രിലീന എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പാദത്തിൽ ലയിച്ചവളായിട്ട്, മണ്ണിൽ ലയിച്ച് മനസ്സ് ഉയർന്നു പോയി അങ്ങനെ നിൽക്കും. ആ ദ്യോവിൽ ഉയർന്ന ദീപമായി ഞാൻ മാറും എന്നാണ് സീത ഇവിടെ പറയുന്നത്. എന്നിട്ട് സീത രാമന് വന്ദനം പറയുകയാണ്. പ്രിയരാഘവ വന്ദനം ഭവാൻ, ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ, ഭയമറ്റു പറന്നു പോയിടാം സ്വയമിത്യോവിലൊരാശ്രയം വിന. വളരെ ഭംഗിയായിട്ട് ഒരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. പ്രിയ രാഘവ വന്ദനം. രാഘവനെ യഥാർത്ഥത്തിൽ ആ സൂര്യനകത്ത് നമ്മൾ രാഘവനെ കണ്ടെങ്കിലും രാഘവനെ പേര് പറഞ്ഞ് ഇപ്പോഴത്തെ പ്രിയപ്പെട്ട രാഘവ, ഞാൻ വന്ദനം ചൊല്ലുകയാണ്. ഞാൻ ഈ വൃക്ഷശാഖ വിട്ട്, കൈകൾ പോലെ ഭുജശാഖ വിട്ട് ഞാൻ ഉയരുകയാണ്. ഭയമറ്റ് പറന്നു പോയിടാം. ഇനി എനിക്ക് ഭയമില്ല. ചിന്താവിഷ്ടയ സീതയ്ക്കകത്ത് അതിൻ്റെ മുൻഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതിനകത്തൂടെ വെളിവാകുന്നുണ്ട്. നമ്മുടെ ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയത്തിലാണ്. ഭർത്താവിൻ്റെ കീർത്തി സംരക്ഷിക്കണം, മക്കളുടെ പരിരക്ഷ,
അവളുടെ ജീവിതം മുഴുക്കെ ഭർത്താവിനെ അനുഗമിക്കണം, എവിടെ പോയാലും അവൾ ദുഃഖം സഹിക്കാൻ മാത്രം പിറന്നവളാണ്. ആ ദുഃഖം ആ മരണത്തോടു കൂടി ഇല്ലാതെയാവുകയാണ്. എനിക്കിനി ഒരു പരാശ്രയം വേണ്ട, ഒരു ആശ്രയം വേണ്ട. ആശ്രയം വിന സ്വയം ഈ ദ്യോവിൽ ആശ്രയം വിന ഭയമറ്റ് പറന്നു പോയിടാം. ഭയമില്ലാതെ ഞാൻ പറന്നു പോവുകയാണ്. എത്ര ദുഃഖാർദ്രമായിട്ട്, എത്ര മനോഹരമായിട്ടാണ് കുമാരനാശാൻ സീതയുടെ ഈ യാത്രാമൊഴിയുടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൊണ്ട്, ഈ നമ്മുടെ മലയാളത്തിലൊരു സിനിമാ പാട്ടുണ്ട്, കമലദളം എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്ത് ഈ ആശാൻ്റെ ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൈതപ്രം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. സുമുഹൂർത്തമായി സ്വസ്തി, സൂര്യചന്ദ്രന്മാർക്ക് ഇരിപ്പിടമായ രാമസാമ്രാജ്യമേ, ആ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. സ്വസ്തി എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. എന്താ ഇതിൻ്റെ കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതും വളരെ ഹൃദയത്തിൽ തട്ടും വിധമാണ് ആ സിനിമയിലും അത് കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും കുമാരനാശാനെ വായിക്കണം എല്ലാവരും. പ്രത്യേകിച്ച് ചിന്താവിഷ്ടയായ സീതയും ഒരു മനുഷ്യൻ്റെ അവസ്ഥകൾ അത്ര ഭംഗിയായിട്ടാണ് അന്ന് വ്യവസ്ഥകളെ, ഈ സ്ത്രീക്കെതിരായി നിലകൊള്ളുന്ന ആ സാമ്രാജ്യ വ്യവസ്ഥകളും പിന്നെ സാമൂഹ്യ വ്യവസ്ഥകൾക്കുമെതിരെ ശക്തിയായി നിലകൊള്ളുന്ന ഒരു സ്ത്രീയായിട്ടാണ് സീത കാണുന്നത്. സീത അവസാനം ശ്രീരാമൻ്റെ മുമ്പിൽ സ്വയം പശ്ചാത്താപ വ്യസനായിരിക്കുന്ന ശ്രീരാമന് മുമ്പിൽ സ്വയം ജീവൻ വെടിഞ്ഞ് ഭൂമിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അവളുടെ ജീവിതം ദുഃഖമയമായിരുന്നു. സീതാ ദുഃഖം എന്ന് പറയുന്നത് സാഹിത്യമുള്ളിടത്തോളം, ലോകമുള്ളിടത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെ കവി വാൽമീകി നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അത് കുമാരനാശാൻ അതിമനോഹരമായി നമ്മുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്നു. ഈ ചിന്താവിഷ്ടയായ സീതയൊക്കെ, ഈ ആശാൻ്റെ കൃതികളൊക്കെ ലഭ്യമാണ്. എല്ലാ പുസ്തകശാലകളിൽ കിട്ടുമെന്ന് അറിയത്തില്ല, എങ്കിലും നമ്മുടെ ഓച്ചിറ അമ്പലത്തിൻ്റെ കിഴക്കുവശത്തുള്ള അന്നദാന മന്ദിരമുണ്ട്. അതിൻ്റെ കിഴക്കുവശത്തൊരു 1-2 കടകളുണ്ട്. അവിടെ ആശാൻ്റെ പുസ്തകങ്ങളെല്ലാം വളരെ കുറഞ്ഞ വിലയ്ക്ക് 10-30 രൂപയ്ക്കൊക്കെ എല്ലാ കൃതികളും കിട്ടും. ആ 30 രൂപയുടെ വിലയൊന്നുമല്ല ആശാൻ്റെ ഒരു കൃതി വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആശാന് 1000 കോടി പ്രണാമം. നന്ദി.